പുതിയ തലമുറകളൊക്കെ പ്രത്യേകിച്ച് ദമ്പതികളൊക്കെ ബ്യൂട്ടി പാർലറിലാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നതും കാശ് ചെലവഴിക്കുന്നതും. ബ്യൂട്ടിഫുള്ളാകാൻ എന്താ വേണ്ടത്? എന്നാൽ ഇന്നത്തെ പല ക്രീമുകളും പല സൈഡ് എഫക്ട്സിനും പല ദോഷവശങ്ങളും ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഏറ്റവും നല്ലൊരു മാർഗം പറയാം. ഒരു ബ്യൂട്ടിഫുള്ളാകുക മാത്രമല്ല, ബോഡി മാത്രമല്ല, മൈൻഡ് മാത്രമല്ല, എല്ലാ വിഷയത്തിലും അതൊക്കെ നിത്യവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ അതിൽ വ്യാപൃതരാകുമ്പോൾ അത് ഞാനൊരു നല്ലൊരു കാര്യം ചെയ്താൽ അതെൻ്റെ മനസ്സിന് എന്തെന്നില്ലാത്ത വിശാലം. നടക്കാൻ പറ്റാത്ത ഒരു പാവ സാധുവിനെ ഞാൻ വീൽ ചെയറിലെടുത്ത് അവനെ സ്കൂളിൽ കൊണ്ടുപോയി, മദ്രസയിൽ കൊണ്ടുപോയി, അവൻ ചിരിക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ എന്തൊരു വല്ലാത്തൊരു രസമുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സാണ് ചിരിക്കുന്നത്, എൻ്റെ മനസ്സാണ് വിശാലാകുന്നത്, എൻ്റെ മനസ്സ് സൗരഭ്യപൂർണ്ണമാകുന്നു, സുന്ദരപൂർണ്ണമാകുന്നു. ആ മനസ്സിൻ്റെ സൗരഭ്യതയും ആ മനസ്സിൻ്റെ സൗന്ദര്യം മുഖത്ത് വല്ലാതെ പ്രകടിപ്പിക്കും. ലിയാ ഫിൽ വജി, മുഖങ്ങ് പ്രസന്നമാകും, മുഖങ്ങ് വിശാലാകും, മുഖത്തിന് എന്തോ ഒരു ആകർഷണം ഉണ്ടാകും. കഴിഞ്ഞില്ല, അതോടുകൂടെ തന്നെ അവൻ്റെ മനസ്സിൻ്റെ സമാധാനം, ഹെൽത്തി ബോഡി ഹെൽത്തി മൈൻഡ്, നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടാകും. മാത്രമല്ല അതിലൂടെ അവൻ തൊട്ടതൊക്കെ പൊന്നാകും. അവനക്കൊരു ടെൻഷനില്ലല്ലോ, പ്രയാസമില്ലല്ലോ. അവനോട് ജനങ്ങൾക്ക് മനസ്സുകൾ വലിയ ഇടം നേടാൻ കഴിയും. അവൻ ഒരു ഇലക്ഷനിൽ മത്സരിച്ചാൽ അവൻ്റെ എതിർ പാർട്ടിക്കാർ പോലും അവൻ്റെ പ്രവർത്തനങ്ങളും ജീവകാരുണ്യങ്ങളും കാരണമായി അവനിക്ക് വോട്ട് ചെയ്യും. നിങ്ങൾ ആലോചിക്കൂ, പല പാർലമെൻറ്റ് ഇലക്ഷനുകളിലും അതുപോലെ തന്നെ നിയമസഭാ ഇലക്ഷനുകളിലും വാർഡുകൾ കിട്ടിയ വോട്ടുകളേക്കാൾ എതിർ പാർട്ടിക്ക് പലപ്പം വോട്ട് കൂടുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ. ആരെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. പക്ഷെ ആ സ്ഥാനാർത്ഥി ജനങ്ങളുടെ മനസ്സുകൾ ഇടം നേടിയിട്ടുണ്ട്. ഇനി അവർ മരിച്ചാലും ജനലക്ഷങ്ങളുടെ മനസ്സുകളിൽ നിന്ന് അവർ മായുകയില്ല, മറയുകയില്ല, എപ്പോഴും ഓർത്തെടുത്തുകൊണ്ടേയിരിക്കും. എന്നാൽ ചിലരാവട്ടെ മരിച്ചാൽ ഓനങ്ങ് പോയി കിട്ടിയല്ലോ എന്ന് ചിലർ നാക്കുകൊണ്ട് പറയും, ചിലർ മനസ്സുകൊണ്ട് പറയും. ഒരിക്കലും ആ ഗണത്തിൽ പെട്ടുപോകരുത്. മരിച്ചാലും ജനമനസ്സുകൾ ജീവിക്കുന്നവരാവണം. അതിനായിരിക്കട്ടെ നമ്മുടെ ജീവിത പ്രവർത്തനങ്ങൾ.